വിവാഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഭാവി പങ്കാളിക്ക് വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഒരു തെറ്റായ ധാരണയാണിത്. അതേ സമയത്ത് അവരുടെ കുടുംബത്തിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പങ്കാളി ഓക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ കുടുംബം ഓക്കെ ആകാത്തത് കൊണ്ട് പല കുടുംബങ്ങളിലെ അകത്തും വലിയ പ്രയാസങ്ങളിലൂടെ പലരും കടന്നു പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നോഹയും അവന്റെ ഭാര്യയും പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിന്റെ അകത്ത് കടക്കുവാൻ ഇടയായി തീർന്നു. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തി മാത്രമല്ല വിവാഹത്തിലൂടെ കടന്നു വരുന്നത്. അതേസമയത്ത് അത് മറ്റൊരു കുടുംബത്തെ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രത്യേകമായ ഒരു മേഖലയാണ്. ആയതിനാൽ തന്നെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിന്റെ അകത്ത് വരുന്ന സമയത്ത് താങ്കളുടെയോ അല്ലെങ്കിൽ താങ്കൾ പോകേണ്ടതായിട്ടുള്ള കുടുംബവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ പാർട്ട്ണർ ശരിയായാലും കുടുംബം തെറ്റിപ്പോകുന്ന സമയത്ത്, പല കുടുംബങ്ങളും തകർച്ചയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് കുടുംബത്തിന് വേണ്ടിയിട്ടും താങ്കളുടെ പങ്കാളിക്ക് വേണ്ടിയിട്ടും വില കൊടുത്ത് പ്രാർത്ഥിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോഡ് ബ്ലസ്.